ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെ ഇത്രയും കാലം? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. എന്തിനാണ് അക്ബർ എന്റെ പുറകെ നടക്കണത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ തുടരുത്, എന്നെ ഒന്നും വിളിക്കരുത്. എന്താ നീ ചേട്ടാ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ ഒന്ന് പോടാവുന്ന ഒരു കാര്യമില്ലാതെ വർത്താനം ഒന്നും പറയില്ലേ എന്റെ അനിൽ ചേട്ടാ. നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. സുപ്രഭാതം ബിഗ് ബോസ്. ഹലോ നിവിൻ, നിവിൻ എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? ഇവരെല്ലാവരും പല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടാ. എല്ലാരും കരച്ചത് കാട്. ഇതൊക്കെ എങ്ങനെ അങ്ങനെ തങ്കപ്പന് പല കഥകളും ഉണ്ടടാ. മാത്രല്ല ഈ ആർട്ടിഫിഷ്യൽ കുളസ് ഉണ്ടല്ലോ, ഇരുന്നാലും കരയും കിടന്നാലും കരയും, കരഞ്ഞോണ്ടേ ഇരിക്കുക. കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. നീ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കൂ? നീ കണ്ട കാര്യം പറയടാ. ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ, മാത്രമല്ല പെരുന്നാളിന് അറക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബലിമൃഗമാവാൻ എനിക്ക് മനസ്സില്ല ലാലേട്ടാ. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ട് തന്നെ കിട്ടുള്ളൂ. എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട്, സാബുമാനെ കാണാനില്ല. ലാലേട്ടാ ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ലാലേട്ടാ. അടിപൊളി. എങ്ങനെ ചെയ്തു? ഇറ്റ്സ് നത്തിങ് ബട്ട് പ്രാക്ടീസ്, പ്രാക്ടീസ്. ഹലോ ആര്യൻ, എനിക്കൊന്നും അറിയില്ല ചേട്ടാ, ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാലോ ചേട്ടാ, അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഒരു ക്ലാരിറ്റി എൻ്റെ ആയിട്ടുള്ള ചേട്ടാ. അപ്പോൾ ആണെങ്കിൽ എപ്പോഴും പറയാലോ ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാലോ ചേട്ടാ. ഇതൊക്കെ എത്രയോ ചെറിയ കാര്യം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. ഷാനവാസ്, ഇപ്പൊ കളിയൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? കളിയൊക്കെ സീക്രട്ട് ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അല്ല മോനെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. ഇയാൾ എന്താണിത്? എന്ത് ചോദിച്ചാൽ അക്ബർ 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 അല്ല, അക്ബർ ഖാൻ. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ഈ തിരിച്ചു വന്നതിന്റെ ടെക്നിക്ക് എന്താണ് സർ? ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക്. ടാപ്പ് ആൻഡ് സേവ്. കണ്ടില്ലേ, ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ഏഴിന്റെ പണി കിട്ടിയിരിക്കുന്നത് വേറെ ആർക്കുമില്ല, എനിക്കാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ